അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയരെ, എല്ലാവർക്കും അൽറയാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട തയ്യബ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഒരു ഉപദേശം എന്ന ബൈത്തുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുമുസ്തഫ നബി ആയിഷ അവരോട് പറയുന്ന കാര്യം കേൾക്കണേ ഹുബ്ബോട്. എന്നിട്ടു നീ അത് ചെയ്യുവാനതബോട്. തൗഫീഖിനായി പ്രാർത്ഥിക്കണേ റബ്ബോട്. ഉറങ്ങുന്ന സമയം മാത്രമാണത് വേണ്ടത്. വെറും തുച്ഛം സമയം മാത്രമാ ചെലവുള്ളത്. മുടങ്ങാതെ തന്നെ നീ ചെയ്തു വന്നാലിന്നും അടങ്ങാത്ത സന്തോഷത്തിലാ കഴിയേണ്ടതും. അളവറ്റ കതിരും വിളവറ്റ കതിരും കൊയ്തെടുക്കുന്നതാ. അളവറ്റ ഫലവും കണ്ട് സ്തുതി പാടുന്നതാ. അത് കണ്ട് പലരും അന്ന് കൈകടിക്കുന്നതാ. അതിൽ നിന്ന് വേഗം തന്നെ കൃഷി ചെയ്യേണ്ടതാ. ഇനി ഞാൻ ഹദീസിലേക്ക് ഇതാ കടക്കുന്നു. നിൽക്കാതെ വന്നിരി സോദരാ കേൾക്കുന്നു. യാ ആയിഷ, നീ 4 കാര്യം നിത്യവും ചെയ്യാതുറങ്ങരുതെന്ന് ചെയ്തുപദേശവും. അതിലൊന്ന് ഖുർആൻ ഓതണേ നീ 30. എന്നിട്ട് വേണമുറങ്ങുവാൻ കിടക്കേണ്ടതും. അമ്പിയാക്കളെല്ലാം തന്നെയും നിനക്കന്ന് ശുപാർശ ചെയ്യാൻ നോക്കണേ നീ ഇന്ന്. നിന്നോട് എല്ലാ മുസ്ലിമും എന്നെന്നും പൊരുത്തപ്പെടാനും നോക്കണേ നീ ഇന്നും. നാലാമതായി നീ ചെയ്യ് ഹജ്ജും ഉംറയും. എന്നിട്ട് മതി പിന്നീടുറക്കം തന്നെയും. ഉപദേശവും കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നതായി ചിന്തിച്ചു ബീവി വിരിപ്പിലും ഇരിക്കുന്നതായി. നിസ്കാര ശേഷം ആയിഷ നബിയോട് ചോദിച്ചു കൽപ്പന ചെയ്തതും എന്നോട്. എനിക്കെങ്ങനാണിത് ചെയ്യുവാൻ കഴിയുന്നത്? അത് കേട്ട് പുഞ്ചിരിയാ നബിക്കുണ്ടായത്. ഒരു മൂന്ന് ഇഖ്ലാസ് ഓതിയാണ് ഉറങ്ങേണ്ടത്. ഖുർആന്റെ 30 ഫലവും തന്നത്. ചൊല്ലേണ്ടതാണ് സ്വലാത്ത് നിൽക്കും. പിന്നെ മറ്റുള്ള അമ്പിയാക്കൾക്ക് കൊല്ലും തന്നെ.
എന്നാൽ നിനക്ക് ലഭിക്കുമെൻ്റെ ശുപാർശയും, കൂടാതെ മറ്റെല്ലാവർക്കുമുള്ളത് പിന്നെയും. നീ മുഅ്മിനീങ്ങൾക്കൊക്കെയും പ്രാർത്ഥിക്കണം, പൊറുക്കണമേ റബ്ബേ അവർക്കെന്നാവണം. എന്നാൽ അവർ തൃപ്തിപ്പെടുന്നവരായി വരും, പൊരുത്തപ്പെടും ആയിഷ എല്ലാവരും. പിന്നീട് സുബ്ഹാനല്ലാഹ് എന്ന് നീ ഓതണം, അക്ബർ വരെ കലിമാത്ത് 4 ചൊല്ലണം. അപ്പോൾ നീ ഹജ്ജും ചെയ്ത് ഉംറയുമന്ന് എന്നുള്ളതും നബി വിശദമായി പറയുന്നു. ഗുണം ചെയ്യണേ നബിക്കും സ്വഹാബത്താലിനും, വിശ്രമത്തിനായി ഉറങ്ങുന്ന കാലം മുഴുവനും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.